കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ MK റാമിന് മുൻകൂർ ജാമ്യമില്ല. അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. നമ്മളെ കേസിൽ റാം എന്ന ഒന്നാം പ്രതിയെ കോടതി മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നുള്ള വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുകയാണ്. അതാണ് അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയാനുള്ളത്. രണ്ടാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട്. ജാതിയുടെ പേരിൽ പോലും കോടതിയിൽ തെറ്റായ പ്രസ്താവന നൽകി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം ആരംഭിച്ചിരുന്നു. അത് പ്രോസിക്യൂഷനും പോലീസും പരാജയപ്പെടുത്തി. വിധിയിൽ തൃപ്തരല്ലെന്നും ഡോക്ടർ സംഗീതയ്ക്ക് ജാമ്യം നൽകിയതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും നിതിൻ രാജിന്റെ പിതാവ് രാജൻ പറഞ്ഞു. പോലീസ് ഒത്തുകളിക്കുന്നുവെന്നും വിമർശനം. വിധിയിൽ ഞാനും എൻ്റെ കുടുംബവും ഒട്ടും തൃപ്തരല്ല. ഞങ്ങൾ വ്യക്തമായ എല്ലാ കാര്യങ്ങളും പോലീസിനോടും മറ്റുള്ള എല്ലാം മൊഴി കൊടുത്തതാണ്. സംഗീതയ്ക്കെതിരെയും റാമിനെതിരെയും. സംഗീത കുറ്റവാളി തന്നെയാണ്. കാരണം എൻ്റെ മകൻ ഫോട്ടോസ് എല്ലാം അയച്ച്, ഓഡിയോ ക്ലിപ്പിംഗ് അയച്ച് ഇവരാണ് എന്നെ നിരന്തരം ടോർച്ചർ ചെയ്യുന്നതെന്നും പഠിക്കാൻ പറ്റാത്തതെന്നും മറ്റുള്ള കാര്യങ്ങളെല്ലാം എല്ലാ മാധ്യമങ്ങളിലൂടെയും എല്ലാ പോലീസുകാരോടെയും എല്ലാവരുടെയും തുറന്ന് ഈ പോലീസ് എല്ലാം ഒത്തുകളിക്കുകയായിരുന്നു. കാരണം അവരെ ആരോ സംരക്ഷിക്കുന്നു. ഏറ്റവും അങ്ങേയറ്റം ലജ്ജാകരമാണ് ഈ വിധി. ഈ വിധിയെ എനിക്കൊരിക്കലും എൻ്റെ കുടുംബത്തിനും ഒരിക്കലും സന്തോഷം നൽകില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഞങ്ങൾ മേൽക്കോടതിയെ സമീപിക്കും. കണ്ണൂരിൽ നിന്ന് ഗോകുൽ K വേണുഗോപാലിന്റെ വിശദാംശങ്ങളുമായി. ഗോകുൽ, നമുക്കറിയാം ഏറെ വിവാദം ആകിയ ഒരു കേസാണ് ഇത്. ഇപ്പോൾ ഡോക്ടർ MK റാമിന് മുൻകൂർ ജാമ്യമില്ല, എന്നാൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇതിൽ നിതിൻ രാജിന്റെ കുടുംബത്തിന് കടുത്ത അതൃപ്തി തന്നെയാണുള്ളതല്ലേ? വ്യാഴാഴ്ച ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ വാദം തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടന്നിരുന്നു. ഈ കേസിൽ നിതിൻ രാജിന്റെ പിതാവ് രാജനും കക്ഷി ചേർന്നിരുന്നു. രാജന് പറയാനുള്ള ഭാഗം കേൾക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നേരത്തെ പരിഗണിച്ച കേസ് വ്യാഴാഴ്ചത്തേക്ക് വിശദമായ വാദത്തിന് വേണ്ടി മാറ്റിയത്. ആ ഘട്ടത്തിൽ ഈ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ള ഡോക്ടർ MK റാമും സംഗീത നമ്പ്യാറും തങ്ങൾ ആത്മഹത്യാ പ്രേരണ കുറ്റം തങ്ങൾക്ക് നേരെ നിലനിൽക്കില്ല എന്നും ജാതി അധിക്ഷേപങ്ങൾ നടത്തിയില്ല എന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അതിനെ ഗണ്ണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ചില തെളിവുകളൊക്കെ നിരത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് അതുമായി ബന്ധപ്പെട്ട വാദത്തിന് ശേഷമാണ് ഇപ്പോൾ തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഒരു വിധി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഡോക്ടർ MK റാമിന് ജാമ്യം നിഷേധിക്കുകയും സംഗീത നമ്പ്യാർക്ക് മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഡോക്ടർ MK റാമിനെ പോലെ തന്നെ സംഗീത നമ്പ്യാരും ഈ കേസിൽ നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാരിയാണ് എന്ന് നിതിൻ രാജിന്റെ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. നിതിൻ രാജ് സംഗീത നമ്പ്യാരിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് ജാതി അധിക്ഷേപം നേരിട്ടതുമായി ബന്ധപ്പെട്ട് സഹോദരിയോട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അതിനാൽ തന്നെ സംഗീത നമ്പ്യാർക്ക് ജാമ്യം നിഷേധിച്ചതിൽ തൃപ്തരല്ല എന്നാണ് നിതിൻ രാജിന്റെ കുടുംബം പറഞ്ഞത്. നിതിൻ രാജിന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട ചടങ്ങ് ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിതിൻ രാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടക്കുകയാണ്. അതിനാൽ നിതിൻ രാജിന്റെ കുടുംബം ഈ വിധി കേൾക്കാനായി വന്നിരുന്നില്ല. തിരുവനന്തപുരത്ത് നിന്നാണ് അവരുടെ ഈ പ്രതികരണം വന്നിട്ടുള്ളത്. മേൽക്കോടതിയെ സംഗീത നമ്പ്യാർക്ക് ജാമ്യം നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് കുടുംബം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. രസ്ന, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.